നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആളുകൾ മിഷണറിമാർ പറയും, ഇവരേത് നോട്ടീസിലൂടെ അപ്പോൾ നേർച്ചപ്പൂരത്തിൻ്റെ ഒക്കെ നോട്ടീസുണ്ടായി കാണാം, ഒരു ചന്ദ്രക്കല, അതിലൊരു സ്റ്റാർ, 2 പച്ചക്കൊടി, ഉള്ളിലൊരു 756. അപ്പം എന്തായി? അതാണ് മുസ്ലിമീങ്ങളുടെ സിമ്പൽ എന്നാണ്. മുസ്ലിമീങ്ങളുടെ സിമ്പലാണ് 756. 756 എന്ന് പറഞ്ഞാൽ എന്താ? ബിസ്മിയുടെ കോഡാണ് എന്നാണ്. ആരത് പഠിപ്പിച്ചു? ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എഴുതുന്നതിന് പകരം 756, ഒരു ചന്ദ്രക്കലയും ഒരു സ്റ്റാറും 2 പച്ചക്കൊടി. ഇതാണ് ഇപ്പോൾ മുസ്ലിമീങ്ങളുടെ സിമ്പൽ. ചില പള്ളികളുടെ ഡോമിന്റെ മുകളിൽ ഒരു ചന്ദ്രക്കലയും ഒരു സ്റ്റാറും. അപ്പം അങ്ങനെ കണ്ടോ, ഇവർക്ക് അതിനോട് വലിയൊരു ബന്ധം, ഒരു ബന്ധമില്ല, യാതൊരു ബന്ധമില്ല. ഇസ്ലാമിൽ അങ്ങനെ ഒരു ചന്ദ്രക്കലയെ ഒരു സിമ്പലായിട്ടോ അല്ലെങ്കിൽ ഒരു ചിഹ്നമായിട്ടോ പ്രമാണങ്ങളിൽ എവിടെയും പറഞ്ഞിട്ടില്ല. മറിച്ച് മാസത്തിന്റെ ദിവസത്തിന്റെ കണക്കുകൾ കൂട്ടുവാനുള്ള ഒരു കാര്യമായിട്ടാണ് അള്ളാഹു ഇങ്ങനെ ചന്ദ്രനെയൊക്കെ നിശ്ചയിച്ചിട്ടുള്ളത്. ലിതഅലമു അദദ സിനീന വൽ ഹിസാബ്, സിനീൻ വർഷങ്ങളുടെ മാസങ്ങളുടെ ഒക്കെ കണക്ക് കൂട്ടാൻ, അതിനൊക്കെയാണ് ഹിലാല്. അല്ലാതെ ഏതെങ്കിലും ഒരു ചന്ദ്രനെയോ അല്ലെങ്കിൽ സൂര്യനെയോ നക്ഷത്രങ്ങളെയോ ആരാധിക്കുകയോ പൂജിക്കുകയോ അത് ഉദിച്ചാൽ ഇന്ന സൗഭാഗ്യമുണ്ടാകുമെന്നോ ഇന്ന നക്ഷത്രം ഉദിച്ചാൽ ദൗർഭാഗ്യമുണ്ടാകുമെന്നോ എന്നുള്ളതൊക്കെ പിഴച്ച വിശ്വാസം. ഇസ്ലാം അതിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. നമ്മുടെ സമുദായത്തിൽ കുറേ അതിൻ്റെ ആൾക്കാരുണ്ട്. ഓരോ നക്ഷത്രം നോക്കുക, അതിന് മലയാളത്തിൽ എന്ത് ചെയ്യും? കലണ്ടറുകളിൽ എന്തുണ്ടാവും? പൂരം പിറന്ന പുരുഷൻ, മകം പിറന്ന മങ്ക, പുണർതം, ആയില്യം, ഇങ്ങനെയൊക്കെ ഓരോ നാള്, അങ്ങനെ പിറന്ന നാളും നക്ഷത്രമൊക്കെ നോക്കിയിട്ട് ഒരുത്തന്റെ സൗഭാഗ്യവും ദൗർഭാഗ്യവും നിർണ്ണയിക്കുന്ന പതിവുകളും ആളുകൾക്കിടയിലുണ്ട്. ഇസ്ലാമും അതുമായി യാതൊരു ബന്ധവും ഇല്ല. അത്തരം പഴച്ച വിശ്വാസങ്ങൾക്കൊക്കെ എതിരെ ഇസ്ലാം പോരാടിയിട്ടാണുള്ളത്. അള്ളാഹു നക്ഷത്രങ്ങൾ നിശ്ചയിച്ചത് മനുഷ്യന്റെ ദൗർഭാഗ്യങ്ങളെയും സൗഭാഗ്യങ്ങളെയും മനുഷ്യൻ മനസ്സിലാക്കാനൊട്ട് പറ്റൂല. ഇന്ന നക്ഷത്രം ഉദിച്ച ദിവസത്തിലാണ് എന്റെ ജനനമെങ്കിൽ എനിക്കത് വലിയ സൗഭാഗ്യമായിരിക്കും ജീവിതമൊട്ടാകെ എന്നും, മറ്റൊരു നക്ഷത്രത്തിലാണ് മറ്റൊരാളുടെ ജനനമെങ്കിൽ എന്റെ ജീവിതം മുഴുക്കയും ദൗർഭാഗ്യത്തിലായിരിക്കും എന്നൊക്കെയുള്ളത് തികഞ്ഞ അന്ധവിശ്വാസമാണ്. അതിൻ്റെ പിറകെ പോകരുത്. ഈ നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ജ്യോതിഷം വേറെ, ജ്യോതിശാസ്ത്രം വേറെയാണ്. ഈ ജ്യോതിഷികളൊക്കെ ഈ നക്ഷത്രത്തിന്റെ ഈ നാളുകളും അതിന്റെ ആ രൂപത്തിലുള്ള അവസ്ഥകളെയും നോക്കിക്കൊണ്ടാണ് കവടി നിരത്തിയിട്ട് ഇങ്ങനെ ഓരോരുത്തരുടെ ഭാഗ്യ നിർഭാഗ്യങ്ങളൊക്കെ ഇങ്ങനെ നിർണ്ണയിക്കുന്നത്. ഇതിനൊക്കെ എത്രയാണ് സോഷ്യൽ മീഡിയകളിൽ ആളുകൾ കാശ് ചെലവാക്കുന്നത്? എത്ര സ്ഥലങ്ങളിലാണ് ആളുകൾ നോക്കുന്നത്? എൻ്റെ നാട് ഇന്നത്തെ ദിവസം എങ്ങനെ യോജിക്കുമോ, കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവുമോ, അഭിവൃദ്ധി ഉണ്ടാവുമോ? ഇത് ജ്യോത്സ്യന്മാർ എന്ന് പറയുന്നവർ മറ്റൊരു മതക്കാരായതുകൊണ്ട് അങ്ങനെ പേരിടും. ഇപ്പുറത്ത് അതേ പണിയെടുക്കുന്നവർ മാപ്പിളമാരായതുകൊണ്ട് തങ്ങന്മാരി, ബീവിമാരി, ഭോര്യന്മാരി എന്ന് പേരിടും എന്ന വ്യത്യാസമേ ഉള്ളൂ. ഇസ്ലാമിൽ ഇതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂര്യചന്ദ്ര നക്ഷത്രാദികളുമായി കണക്റ്റഡായി മനുഷ്യന്റെ സഅദത്തും ശഖാവത്തും നിർണ്ണയിക്കുന്ന ഒരു പദ്ധതിയുമില്ല. അത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്. ഒരിക്കലും മറന്നുപോകാതെ ഹൃദയത്തിൻ്റെ താളുകളിൽ അത് സൂക്ഷിച്ചു വെക്കണം. ഒരാൾക്ക് നമ്മളെ പറ്റിക്കാനാവരുത്. അങ്ങനൊന്നുമില്ല. ആ രൂപത്തിൽ നമ്മുടെ ദൗർഭാഗ്യവും സൗഭാഗ്യവും നക്ഷത്ര ഉദിച്ചയിലും നാള് നോക്കിയിട്ടൊന്നുമല്ല.